Namaskaram. First of all, happy holidays. ഗിയമോ ഡെൽ ടോറോയുടെ നൈറ്റ്മെയർ ആലി എന്ന സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് കരുതി. ഞാൻ ഇന്നലെ അത് തിയേറ്ററിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. മൈ മൈൻഡ് ഓൺ ദിസ് ഈസ് റിയലി ഫ്രഷ്. ഹാവിൻ റിയലി തോട്ട് അബൌട്ട് ഇൻ ഡീറ്റെയിൽ, ബട്ട് എന്നാലും ചെറിയൊരു ഹെഡ്സപ്പ് പോലെ ഇത് പറയണം തോന്നി. ഐ മീൻ ദ റിവ്യൂസ് ദാറ്റ് യു സീ വിൽ ബി മോസ്റ്റ്ലി നെഗറ്റീവ്. അങ്ങനെ ഞാനിത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ മിക്കവാറും നെഗറ്റീവ് റിവ്യൂസ് ആണ് കാണുന്നത്. അപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. സോ ഫസ്റ്റ് ഞാൻ ഇതിന്റെ ട്രെയിലർ ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാം ഒച്ചയില്ലാതെ. അപ്പോൾ യു കൈൻഡ് ഓഫ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദ വിഷ്വൽസ്, ഏത് ടൈപ്പ് വിഷ്വൽസ് ആണ് സിനിമ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. എന്നിട്ട് അതിന്റെ ബേസിക് ഐഡിയ എന്തൊക്കെയാണ്, ജോണർ കൺവെൻഷൻസ്, അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ഒരു ഫിലിം നുവാർ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് ഫിലിം നുവാർ. അപ്പം ഫിലിം നുവാർ നമുക്കറിയാം, ഇറ്റ് എക്സിസ്റ്റഡ് ഏതാണ്ട് 1940 മുതലേ 60s തുടക്കം വരെയാണ് ഫിലിം നുവാറിന്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. അതിന് ശേഷമുള്ളത് പൊതുവെ നുവാർ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താറില്ല. അതിനുശേഷം ഈ ഒരു സ്റ്റൈലിസ്റ്റിക് അപ്രോച്ച് പിന്തുടരുന്ന സിനിമകളെ നമ്മൾ നിയോ നുവാർ എന്ന് പറയാറുണ്ട്, പുതിയ നുവാർ എന്ന് പറയാറുണ്ട്. There are some movies made in the 70s and 80s and in the 90s. അപ്പം ഇത് ടെക്നിക്കലി ഈ ഫിലിം നുവാറിന്റെ സ്ട്രിക്റ്റസ്റ്റ് ഡെഫിനേഷൻ വെച്ച് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം എന്നൊക്കെയാണ്. ഇത് കളറാണ്, അതുകൊണ്ട് തന്നെ ഇത് ഫിലിം നുവാർ അല്ല. ഇറ്റ് ഷുഡ് ബി കോൾഡ് നിയോ നുവാർ, ഐ തിങ്ക്. പക്ഷെ ഇത് ഐ മീൻ നൈറ്റ്മെയർ ആലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ബുക്ക്. 1940s പുറത്ത് വന്നൊരു ബുക്കാണ്. അതിനെ ബേസ് ചെയ്ത് 1947 ഒരു മൂവി വന്നിരുന്നു. ആ മൂവിയുടെ ഏതാണ്ട് ഒരു റീമേക്ക് ആണ് ഈ സിനിമ. ഐ മീൻ ഇറ്റ്സ് മച്ച് മോർ അപ്ഡേറ്റഡ് റീമേക്ക് എന്ന് പറയാം. അപ്പൊ അതില് ഈ മെയിൻ ക്യാരക്ടേഴ്സ് ബ്രാഡ് കൂപ്പറും പിന്നെ റൂണി മാരയുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒത്തിരി ഡേവിഡ് സ്ട്രൈറ്റ്ഹേൻ ഉണ്ട്, ടോണി കോളീറ്റ് ഉണ്ട്, ദി അതർ ഫീമെയിൽ കേറ്റ് ബ്ലാൻഷെറ്റ് ഉണ്ട്, വില്യം ഡിഫോ ഉണ്ട്. സോ ദർ ഇസ് ലോട്ട് ഓഫ് നോൺ ആക്ടേഴ്സ്, നോൺ പെർഫോമേഴ്സ് ഇൻ ദ മൂവി. സോ അതുകൊണ്ട് തന്നെ ഐ മീൻ ഇറ്റ്സ് എ സ്റ്റാർ സ്റ്റഡഡ് മൂവി എന്ന് വേണേ പറയാം. നോട്ട് എ ലിസ്റ്റ് ബട്ട് മോസ്റ്റ്ലി റെക്കഗ്നൈസബിൾ faces. അത് കാരണം Guillermo del Toro is a sought after talent in Hollywood, and he won Oscar for his previous movie. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇയാളുടെ സിനിമകൾക്ക് അഭിനയിക്കാൻ വേണ്ടി ആളുകൾ വരും, എപ്പോഴും റെഡി ആയിരിക്കും. അപ്പൊ ഇതില് ഈ നുവാർ എന്നുള്ള ഐഡിയയെ പറ്റി ഡെൽ ടോറോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റെലവന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്: നുവാർ isn't about Venetian blinds and husky voice over and dimly lit street. ഇതൊക്കെ 1940s and 50s ആ സമയത്തെ നുവാർ സിനിമകളിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വിഷ്വൽ എലമെന്റ്സ് ആണ്. വെനീഷ്യൻ ബ്ലൈൻഡ്സും അതുപോലെ ഹസ്കി ആയിട്ടുള്ള വോയിസ് ഓവർ, പിന്നെ ഡിംലി ലിറ്റ് സ്ട്രീറ്റ്, അരണ്ട വെളിച്ചമുള്ള ഒത്തിരി നിഴലുകളും ഷാർപ്പ് ഫിഗേഴ്സും ഒക്കെ കൂടിച്ചേരുന്ന ആ ഒരു വിഷ്വൽ ആ ഒരു വിഷ്വൽ സ്റ്റൈല് 40s ഫിലിം നുവാർ സിനിമകളിൽ കോമൺ ആയിട്ടുണ്ടായിരുന്നതാണ്. ഓൾസോ ദർ ഇസ് എ ഫെം ഫെറ്റാൽ ക്യാരക്ടർ, ഒരു ഈവിൾ മൈൻഡഡ് വുമൺ ക്യാരക്ടർ. ഷീസ് അട്രാക്റ്റീവ് ആൻഡ് സെഡക്റ്റീവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഷീസ് ഈവിൾ. അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഫിലിം നുവാറിൽ ഇപ്പോഴും കോമൺ ആയിട്ടുണ്ടാകും. പക്ഷെ ഡെൽ ടോറോ പറയുന്നത് ദോസ് ആർ ക്ലീഷേസ്, അതല്ല ഫിലിം നുവാർ. Those are, these elements are the Coca-Cola commercials of film noir. What I understand to be noir is the real grittiness and that comes out of American realism. ഈ അമേരിക്കൻ റിയലിസം അത് ഏതാണ്ട് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫില് ഉണ്ടായിരുന്ന ഒരു ആർട്ട് ട്രഡീഷൻ എന്ന് പറയാം. സോ ഡെൽ ടോറോയുടെ അഭിപ്രായത്തില് ഈ ഫിലിം നുവാർ എന്ന് പറയുന്ന ജോണർ ഈസ് ബോൺ ഔട്ട് ഓഫ് ദിസ് ആർട്ട് സ്റ്റൈൽ, American realism എന്ന് പറയുന്നത് ആർട്ട് സ്റ്റൈൽ. Those films that channel the same spirit as George Bellows or Edward Hopper or Thomas Hart Benton. I have those, give you some idea. You may be familiar with this. These are
ജോർജ് ബെലോസിന്റെ പെയിന്റിങ്സ് ആണ് ഗൂഗിൾ ഇമേജ് സെർച്ചിൽ കാണുന്ന പെയിന്റിങ്സ് ആണ് ഇതിലുള്ളതൊക്കെ. ഐ മീൻ ദിസ് ആർ കൈൻഡ് ഓഫ് ഗ്രിറ്റി, ബേസ്ഡ് ഓൺ റിയലിസം ആൻഡ് കൈൻഡ് ഓഫ് പോർട്രേറ്റ്സ് എ വെരി ഡാർക്ക് മൂഡ്. അപ്പൊ ആ ഒരു ഡാർക്ക് മൂഡും ഈ ഒരു അർബൻ ലൈഫിന്റെ ഗ്രിറ്റിനെസ് ഒക്കെ ഇതില് വളരെ വ്യക്തമായിട്ടുള്ള ഒന്നാണ്. അതാണ് ജോർജ് ബെലോസ്. പിന്നെ എഡ്വാർഡ് ഹോപ്പർ മോസ്റ്റ്ലി വർക്ക്ഡ് വിത്ത് അർബൻ ലോൺലിനെസ് ആൻഡ് ഏലിയനേഷൻ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഐഡിയാസ് ഈവൻ ബിഫോർ എക്സിസ്റ്റൻഷ്യലിസം. അതിനു മുമ്പ് തന്നെ ഈ ഒരു പ്രീ എക്സിസ്റ്റൻഷ്യൽ ഐഡിയാസിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു എഡ്വാർഡ് ഹോപ്പർ. അയാളുടെ പെയിന്റിങ്സ് എല്ലാം ഇതുപോലാണ്. മിക്കവാറും ആളുകൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൻഡ് ദേ ആർ സറൗണ്ടഡ് ബൈ ദേ ആർ പാർട്ട് ഓഫ് ദ സറൗണ്ടിങ്, അതേസമയം ദേ ആർ കൈൻഡ് ഓഫ് ലോൺലി. അപ്പം ആ ഒരു ഐഡിയ ചാനൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആ ടൈപ്പ് ഒരു നറേറ്റീവ് എലമെന്റ്സ് ഈ സിനിമയിലും കുറെ വരുന്നുണ്ട്. പിന്നെ തോമസ് ഹാർട്ട് ബെന്റന്റെ പെയിന്റിങ്സ് ആണ് കുറച്ച് ഇവിടെ കാണുന്നത്. ദിസ് ആർ മോർ ഷാർപ്പ് ഇമേജസ്, ഷാർപ്പായിട്ടുള്ള ലൈൻസും എഗെയിൻ ഇതിനെ തന്നെ ഒരു തരം ഗ്രിറ്റിനെസ് ഈ പെയിന്റിങ്സിനും ഒക്കെ കാണാനുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഐഡിയ ആണ്, വിഷ്വൽ ഐഡിയ ഇതാണ്. ഈ സിനിമയെ കൂടെ ചാനൽ ചെയ്യുന്ന വിഷ്വൽ ഐഡിയ ഇതാണ്. It's the poetry of disillusionment and existentialism. The tragedy that emerges between the haves and have-nots. അപ്പൊ അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ നിന്ന് ഉടലെടുക്കുന്ന ഡ്രാമ എന്ന് വേണേൽ പറയാം. That's a tragedy coming out of the struggle. And the have-nots are trying to breach their ambition through violence and ultimately worshipping a hollow god, which is money. The hollow god is money. So there is, therefore, it's literally an exploration of the flip side of the American dream. ഇതാണ് ഡെൽറ്റോറോയുടെ എന്താണ് അമേരിക്കൻ ഡ്രീം, ഡെൽറ്റോറോയുടെ ഐഡിയ എന്താണ് എന്താണ് ഫിലിം നുവാർ എന്നുള്ളതിനെ പറ്റി. സോ ഹീസ് ബിൽഡിംഗ് ഓൺ ദീസ് ഐഡിയാസ് ടു മേക്ക് എ ഫിലിം. സോ ഇതില് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതില് കുറച്ച് ഏതാണ്ട് ഒരു ബേസിക് ഐഡിയ ഞാൻ കുറച്ച് പറയാം എന്തൊക്കെയാണ് സിനിമ വർക്ക് ചെയ്യുന്നുള്ളത്. സിനിമയിൽ ബ്രാഡ് കൂപ്പറാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്, സ്റ്റാൻലി സംതിങ്. അപ്പം പുള്ളി തുടക്കത്തില് ഒരു വീട്ടില് ഒരു പ്രായമായ ഒരാളെ ഐ മീൻ ഹിസ് ഡൈയിങ്, അപ്പം അയാളെ തീയിട്ട് ഹിസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ ഹോം. അപ്പം എന്നിട്ട് പുള്ളി നടന്ന് വന്ന് വലിയൊരു ഈ സർക്കസ് കൂടാരത്തിലെത്തുവാണ്. സർക്കസ് എന്നല്ല പറയേണ്ടത്, സർക്കസ് നമ്മുടെ നാട്ടില് മനസ്സിലാകുന്ന ഒരു ഇതാണ്. പക്ഷെ അതേസമയം അമേരിക്കയില് അതിന് ഫെയർ എന്നാണ് പറയുന്നത്, കൗണ്ടി ഫെയർ എന്നൊക്കെ പറയും. അപ്പൊ അതായത് അതില് ഈ ടൈപ്പ് എന്താണ് ഈ റോളർ കോസ്റ്ററും പിന്നെ ഇതുപോലെ ഒത്തിരി ഷോസ് ഒക്കെ ഉണ്ടാവും. ഷോ എന്ന് പറഞ്ഞാല് ഒരു സിനിസ്റ്റർ എൻവയോൺമെന്റ് ആണ്. അതില് എന്താണ് വളരെ ഗ്രൊട്ടസ്ക് അല്ലെങ്കിൽ വിയേർഡ് ലുക്കുള്ള ആളുകളെ കൂട്ടിനുള്ളിലിട്ട് അവരെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ എന്താണ് എക്സിബിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പല തരത്തിലുള്ള തട്ടിപ്പുകള്, എന്താണ് ഭാവി പറയുക, കാർഡ്സ് എടുത്ത് ചീട്ടെടുത്ത് ഭാവി പറയുക, അല്ലെങ്കിൽ ഷോക്ക് പാസ് ചെയ്ത് ബോഡിയിലൂടെ ഷോക്ക് പാസ് ചെയ്ത് ആളുകളെ അമ്പരപ്പിക്കുക, ആ ടൈപ്പിലുള്ള കുറെ എന്താണ് ഷോ ഇങ്ങനെ പെർഫോമേഴ്സും ഒക്കെ കൂടി ഒരു സ്ഥലത്ത് തമ്പടിക്കുന്നതാണ് ഈ ഫെയർ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ഇയാൾ എത്തിപ്പെടുന്നു. ഹി തിങ്സ് ദാറ്റ് ഈസ് എ പ്ലേസ് ഫോർ ഹിം. അങ്ങനെ അവിടുന്ന് പുള്ളി ട്രിക്കുകളൊക്കെ പഠിച്ചെടുക്കുന്നു. ആൻഡ് ഹി ഗോസ് മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ഓഡിയൻസ്, കുറച്ചുകൂടി റിച്ചർ ആയിട്ടുള്ള ഒരു ഹോട്ടലിലൊക്കെ വെച്ച് കൺട്രോൾഡ് ഓഡിയൻസിന് മുമ്പിലുള്ള പെർഫോമൻസിലേക്ക് പുള്ളി എന്താണ് വളരുന്നു. അപ്പൊ കൂട്ടത്തില് പുള്ളി റൂണിമാര എന്ന് പറയുന്ന വേറൊരു സ്ത്രീ ഉണ്ട്. അപ്പൊ ആ സ്ത്രീയും കൂടെ കൂട്ടുന്നു. ഈ സ്ത്രീയെ ഇയാള് ബ്രാഡ് കൂപ്പർ കൂട്ടാനുള്ള കാരണം അവരോടുള്ള സ്നേഹമാണെന്ന് ഒരിക്കലും സിനിമയിൽ ഇംപ്ലൈ ചെയ്തില്ല. മറിച്ച് ഇറ്റ്സ് മോർ ലൈക്ക് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഇവരെ ഇയാൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇയാളുടെ
പുറകിലുള്ള ഇതും തോന്നും. അവർ തമ്മിലുള്ള സ്നേഹത്തെ ഒരിക്കലും മൂവി പോർട്രേ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോഫ്റ്റ് ഇമോഷൻസ് ഒരു പോസിറ്റീവ് ഇമോഷനിലേക്ക് ഒരിക്കലും മൂവി പോകുന്നില്ല. അല്ലെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന അഫെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് ഇമോഷനിലേക്ക് ഒരിക്കലും മൂവി പോകുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഗ്രീഡ് ആൻഡ് ഗ്രിറ്റിനെസ് ആൻഡ് വയലൻസ് ആൻഡ് all these disturbing ideas. അപ്പം ഇതുപോലും ഇപ്പൊ ഇവളെ കൂട്ടുന്നു, മൈഗ്രേറ്റ്സ് ഗോസ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇവര് കേറ്റ് ബ്ലാൻഷെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ കണ്ടുമുട്ടും. ഷീസ് എ സൈക്കോളജിസ്റ്റ്. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്തിട്ട് കൂടുതൽ ഭയങ്കര റിച്ച് ആയുള്ള ക്യാരക്ടേഴ്സിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെൽപ്പ് ഇയാൾ ഓഫർ ചെയ്യാം എന്നുള്ള രീതിയിൽ കുക്കിംഗ് അപ്പ് ഐഡിയ, കുക്കിംഗ് അപ്പ് കോൺ ഗെയിം എന്ന് വേണേൽ പറയാം. ദിസ് ഇസ് ഓൾ അബൌട്ട് എ കോൺ ജോബ്. അപ്പം ബ്രാഡ് കൂപ്പർ ഹീസ് എ കോൺ മാൻ, ഹി നോസ് ദാറ്റ്. അപ്പൊ അതില് കോൺ ജോബില് വിക്ടിമായിട്ട് വരുന്ന ആള് മാർക്ക് എന്ന് പറയുന്നത്. സോ മാർക്കിനെ പറ്റി ഇയാൾ എപ്പോഴും പറയുന്നുണ്ട്, മാർക്ക് നെവർ റിയലൈസസ് ഹീസ് ദ മാർക്ക്. അപ്പം ഇതിലെ പോയിന്റ്, he never realized that he is the mark in this new con game. അതായത് ഈ സൈക്കോളജിസ്റ്റ്, കേറ്റ് ബ്ലാൻഷെ അവതരിപ്പിക്കുന്ന സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ he is the mark, അല്ലെ he is the victim or he is going to be the victim എന്ന് പുള്ളി ഒരിക്കലും തിരിച്ചറിയുന്നില്ല. It's fairly long movie, 2.5 hours. And it's more disturbing. There is not a pleasant moment in this entire movie. There is not a single pleasant moment. And it's ഈ വിഷ്വൽ ലാംഗ്വേജും ഇതുപോലൊക്കെ ഈ കളർ പാലറ്റും ഷെയ്ഡും ഡാർക്ക്നെസ്സും ഷാഡോസും ഒക്കെ ഉപയോഗിച്ചുള്ള ലൈറ്റിങ്ങും ഇതൊക്കെ കൂടി kind of it makes a really good film noir. ഇതിന്റെ ബാഡ് റിവ്യൂസ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ഈ സിനിമ ഇന്നത്തെ ഓഡിയൻസിനോട്, ഇന്നത്തെ കാലഘട്ടത്തോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് അധികം അംബീഷ്യസ് അല്ലാത്ത ഒരു ജോണർ മെറ്റീരിയൽ ആണ് ഈ മൂവി. അപ്പൊ ഈ ജോണർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ what Del Toro is trying to do is he's trying to recapture the atmosphere or the style that was prevalent in the 1940s. ആ ഒരു സ്റ്റൈൽ, ആ ഒരു അറ്റ്മോസ്ഫിയർ പുള്ളി റീക്യാപ്ചർ ചെയ്യാൻ നോക്കുകയാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റൈലില്. അതാണ് ഈ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് limited in its ambition. അതേസമയം it's very effective in building this narrative and this movie itself. It's complete in itself. നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, അതേസമയം ഈ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നായിട്ട് ഡിമാൻഡ് ചെയ്യാതെ, if you approach this film as just a noir movie, is really good. Okay, എസ്പെഷ്യലി നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്താണ് വളരെ പെർഫെക്റ്റ്ലി ടൈംഡ് ആയിട്ടുള്ള കുറെ ക്യാമറ മൂവ്മെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. I felt kind of moving. Instead of the camera moving, I felt I was moving. അതായത് തിയേറ്ററിലെ ഒരു സ്പെസിഫിക് പൊസിഷനിൽ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ആണിത്. അതായത് നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ ഫുള്ള് കവർ ചെയ്യുന്ന സ്ക്രീന്, നമ്മുടെ ഫീൽഡ് ഓഫ് വിഷൻ കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഏറ്റവും ഫ്രണ്ട് റോ എന്നല്ല ഞാൻ പറയുന്നത്, ഏതാണ്ട് തിയേറ്റർ സ്ക്രീനിന്റെ ഹൈറ്റിന്റെ അത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ ഇരുന്നിട്ട് കാണാം. അപ്പം ആ ഡിസ്റ്റൻസിലാണ് ഞാൻ സാധാരണ ഇരിക്കുക. അപ്പം ഇത് ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്ന് കണ്ടാല് when the if it's a crane shot, crane പൊങ്ങി പോകുന്നതോറും we feel like we are moving up. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് that's really beautiful, and that's really what I'm hoping for when I'm going for a movie in a theater. ആ ഒരു സാധനം എനിക്ക് വീട്ടിൽ ഒരിക്കലും കിട്ടാറില്ല. എന്ന് വെച്ചാൽ വീട്ടിൽ ഈവൻ the biggest television you have, you never get that kind of feeling. അത് തിയേറ്ററിന് മാത്രം ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, സ്പെഷ്യൽ എഫക്റ്റ് ആണ്. അത് ആ ഒരു ദൂരത്തിൽ നമ്മൾ ഇരുന്നാൽ we feel like we are moving, not the camera. We move like with the characters. ഒരു ട്രാക്കിംഗ് ഷോട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ we feel like we are moving.
അപ്പം ആ ഒരു മാജിക്കൽ ഫീലിംഗ് ആണ് സിനിമയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് കിട്ടണം എന്നുണ്ടെങ്കിൽ സിനിമ ഈ ഡയറക്ടേഴ്സിന് സിനിമാറ്റോഗ്രാഫർ ദേ നോ അബൌട്ട് ദ റിതം ഓഫ് ദ ഷോട്ട്. എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കട്ട് ചെയ്യുന്ന സിനിമകളൊക്കെയാണ് ആ ഒരു റിതം ഒന്നും അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഞാൻ ഇപ്പം ഈ ടാരന്റിനോയുടെ മൂവികൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് ആ ഫീലിംഗ് കിട്ടാറുണ്ട്. ഡെൽറ്ററോയുടെ ഈ സിനിമ ഇതിനു മുമ്പത്തെ എന്താണ് ഷേപ്പ് ഓഫ് വാട്ടർ പോലെ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടിയിരുന്നു. മീൻ പെർഫെക്റ്റ്ലി ടൈംഡ് ക്യാമറ മൂവ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ വി മൂവ് വിത്ത് ദ ക്യാമറ. അപ്പം ആ ഒരു ഫീലിംഗ് കൊണ്ട് തന്നെ ഇറ്റ്സ് മച്ച് മോർ ദാൻ വർത്ത് മണി ഫോർ മീ. അതേസമയം if you have a demand that art should speak to you in a timely manner, this is not the movie. It doesn't do that. ഇത് കാലഘട്ടത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ എന്താണ് ഇൻസൈറ്റ് ഒന്നും തരുന്ന സിനിമയൊന്നുമല്ല. ഇറ്റ്സ് എ ജോണർ മെറ്റീരിയൽ, ഇറ്റ്സ് എ ജോണർ മൂവി ആൻഡ് വെൽ ഡൺ ജോണർ മെറ്റീരിയൽ ഇൻ ദാറ്റ്. അത്രേ ഉള്ളൂ ഈ ഒരു ഇത്. താങ്ക് യു ഫോർ വാച്ചിങ്. അഗെയിൻ ഹാപ്പി ഹോളിഡേസ്. See you again.